Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. ഇത് നമ്മള് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, എവിടെ വരെയാ എടുത്ത് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഡു യു നോ വൈ കസ്റ്റമേഴ്സ് ലീവ് വരെയില്ലേ? ആണോ? ഓക്കെ ഓക്കെ, അത്ര വരെ കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത് അത്രയും വരെയും ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? ഓക്കെ ആണോ? Clear, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കസ്റ്റമർ. ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അവിടെ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മളൊരു കസ്റ്റമർ ആയിരിക്കുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കസ്റ്റമർ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് ആ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഗ്രേറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ, ഒരു കസ്റ്റമർ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മളെ അവർ വളരെ ഉപചാരപൂർവ്വം അല്ലെങ്കിൽ നല്ല അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്തേ ഒക്കെ പറഞ്ഞ് നല്ല അഭിവാദ്യം ചെയ്ത് നല്ല ഉപചാരപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഓരോ കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെ? അതാണ് ഗ്രീറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഉപചാരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കുക എന്നത് ഏതൊരു കസ്റ്റമറും ആഗ്രഹിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത് വാല്യൂ, നല്ലൊരു മൂല്യം. ഏതൊരു കസ്റ്റമർ ആയിക്കോട്ടെ, എങ്ങനെയുള്ള ഒരു കസ്റ്റമർ ആയിക്കോട്ടെ, എല്ലാവർക്കും തുല്യമായ ഒരു മൂല്യം കൊടുത്തുകൊണ്ട് ഒരുപോലെ എല്ലാവരെയും നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനും അവരുടേതായ മൂല്യം കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തതായിട്ട് ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുക അല്ലെ? നമ്മളൊരു ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും പോയിരിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ അവർ ചെയ്തു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമായ, കസ്റ്റമേഴ്സിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഏതൊരു കസ്റ്റമറും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ലിസൺ ചെയ്യുക. എന്താ, അവിടെ കസ്റ്റമേഴ്സ് വരുമ്പോ ആ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ എന്താണോ, എന്താണ് അവർക്ക് വേണ്ടത് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യുക, അല്ലെങ്കിൽ കേൾക്കുക. ആ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി കേട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഇവര് പറയുന്നത് മൈൻഡ് ചെയ്യാതെ കേൾക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ആവശ്യകതകൾ നിറവേറ്റി കൊടുക്കാൻ സാധിക്കില്ല അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ലിസൺ ചെയ്യുക, കേൾക്കുക. ലാസ്റ്റ് വൺ ആണ് ഇൻവൈറ്റ് ബാക്ക്. എന്താ, തിരികെ ക്ഷണിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഹോസ്പിറ്റലുകള് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി. അപ്പൊ നമുക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ വിളിക്കാറുണ്ട്. അത് കൂടാതെ ഇപ്പൊ ഫോളോ അപ്പ് ഒക്കെ നടത്തണമെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഡേറ്റിനാണ് നിങ്ങൾക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ തിരികെ വിളിക്കാറില്ലേ? അവര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ മെസ്സേജുകളായിട്ടൊക്കെ വരുന്ന കാണാറുണ്ടോ? ഉണ്ടോ?
നിങ്ങൾ ആരും വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്നും വരാറില്ല ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളത് അപ്പൊ തിരിച്ചവരെ എന്ത് ചെയ്യണം, അവരെ ഓർമ്മിപ്പിക്കണം അല്ലെ, ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് നിങ്ങൾ ഫോളോ അപ്പ് നടത്തേണ്ടത് എന്ന രീതിയിൽ അവർ ആ ഹോസ്പിറ്റലിലേക്ക് തിരികെ വിളിക്കാനായിട്ടും ഒരു കസ്റ്റമർ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു കസ്റ്റമർ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് ആ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താ, നമ്മൾ ചെല്ലുന്ന സമയത്ത് കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ അവർ ഉപചാരപൂർവ്വം ഗ്രീറ്റ് ചെയ്യുക, അഭിവാദ്യം ചെയ്ത് നമ്മളെ സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമത്തത് നല്ലൊരു മൂല്യം, വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും അതിൻ്റെതായ മൂല്യമുണ്ട് അല്ലെ, അവർക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യകതകൾ നിറവേറ്റി നൽകുക എന്നുള്ളത്. മൂന്നാമത്തത് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നാലാമത്തത് എന്താ പറഞ്ഞത്, അവർ എന്ത് കാര്യം പറഞ്ഞാലും അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാനായിട്ടുള്ള ഒരു അവസരം നൽകുക. then invite back, അവരെ തിരികെ ക്ഷണിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഒരു കസ്റ്റമർ ഫ്രണ്ട് ഓഫീസിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? Then next വരുന്നത് areas coming under front office or outpatient area എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ അറിയാം, നമ്മളൊരു ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഔട്ട് പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഔട്ട് പേഷ്യൻസ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനൊക്കെ പോവാറില്ലേ? അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാലോചിച്ചാൽ മതി. നമ്മുടെ ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന മെയിൻ ഏരിയാസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 3 മെയിൻ ഏരിയാസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം എവിടെയായിരിക്കും പോവുക? ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ ചെല്ലാണ്. ആ ഹോസ്പിറ്റലിൽ എവിടെയായിരിക്കും ആദ്യം പോകുന്നത്? എവിടെയായിരിക്കും? നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും അല്ലെ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോ എവിടെയാ പോകുന്നത്? ഫസ്റ്റ് എവിടെയാ പോകുന്നേ? റിസപ്ഷൻ ഏരിയയിലേക്കാണ്. വെരി ഗുഡ്, റിസപ്ഷൻ ഏരിയയിലേക്കാണ് അല്ലെ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്താൽ പോലും നമ്മൾ ആ റിസപ്ഷൻ ഏരിയയിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നൊന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ ആദ്യം റിസപ്ഷൻ ഏരിയയിലേക്കാണ് പോവുക. അതിനുശേഷം നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്തോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പിന്നീട് എങ്ങോട്ട് പോകും? ഏത് ഏരിയയിലേക്കാ പോവാ? എവിടെ പോയി ഇരിക്കുക നമ്മള്? നിങ്ങൾ എവിടെ പോയി ഇരിക്കുക? വേറെ എന്ത് ചെയ്യും? കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ റൂമിന്റെ അടുത്ത് പോയിരിക്കും അല്ലെ. അവിടെ നമുക്ക് വെയിറ്റിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, അവിടെ പോയിരിക്കും അല്ലെ. അതിനുശേഷം നമ്മൾ കൺസൾട്ടേഷൻ നടത്തും. ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, രോഗനിർണയത്തിന് വേണ്ടി പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ എഴുതി തരാം അല്ലെ, സ്കാനിങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ എഴുതി തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി മറ്റു ഏരിയയിലേക്ക് പോകും അല്ലെ. അപ്പൊ നിങ്ങൾ അവരോടല്ലോ ഒന്ന് ഓർത്ത് വെച്ചാൽ മറന്നുപോയില്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേരെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പോകുന്നത് മെയിൻ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. ആ മെയിൻ റിസപ്ഷൻ ഏരിയയിൽ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കൺസൾട്ടേഷൻ റൂമുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്തിരിക്കും. നമ്മുടെ നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ ഡോക്ടർ നമ്പർ അനുസരിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യും? നമ്മളൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ മിസ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറയാണ് നമ്മളോട് ഇന്ന ലാബ് ടെസ്റ്റുകൾ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ രോഗം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന എക്സ്റേ സ്കാനിങ് മെത്തേഡുകൾ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് വരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയഗ്നോസ്റ്റിക് ഏരിയയിലേക്ക് പോകുന്നു അല്ലെ, രോഗനിർണയ ഏരിയയിലേക്ക് പോകുന്നു. ഏതൊക്കെയാണ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട്? കുറച്ച് ഏരിയാസ് കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. ഒന്നിൽ ECG എടുക്കാൻ പറയാറുണ്ട്, എക്കോ അല്ലെ, എക്കോ കാർഡിയോഗ്രഫി എടുക്കാൻ പറയാറുണ്ട്, MRI എടുക്കാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്, CT സ്കാൻ മുതലായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഏരിയാസിലേക്ക് പോകാൻ പറയാറുണ്ട്. അല്ലെങ്കിലോ സാമ്പിൾ കളക്ഷൻ, നമ്മുടെ ലാബുകളിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സാമ്പിൾ കളക്ഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക് ഏരിയയിലേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. മൂന്നും ക്ലിയർ ആയോ? 3 ഏരിയാസും ഓർത്തെടുക്കാൻ പറ്റില്ലേ? ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോവില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ ഡോക്ടറെ കണ്ടു, റിസപ്ഷനിൽ പോയി, അതിനുശേഷം കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയി, അതിനുശേഷം ഡയഗ്നോസ്റ്റിക് ഏരിയയിലേക്ക് പോയി. ഇത് 3 ഏതാണ്? ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഏരിയയിലെ പ്രധാന ഏരിയാസ് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പറയണോ ഏത്? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത്
Understand the challenges faced by front desk staff. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകള് നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ കുറെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകള് നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതിലൊരു 4 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് വണ്ണാണ് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. എന്താണ് അവിടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ അല്ലെ. അപ്പൊ വരുന്ന എല്ലാ പേഷ്യൻസും ഒരുപോലെ ഇമോഷൻ ഉള്ള ആളുകളായിരിക്കും. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ പ്രത്യേകിച്ചും അല്ലെ പല ഇമോഷൻസിൽ നിന്ന് വരുന്നത്. കാരണം പല സിറ്റുവേഷനിൽ നിന്നാണ് അവർ വരുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര ദേഷ്യമാവാം, ചിലർക്ക് ഭയങ്കര സങ്കടമാവാം അല്ലെ, ചിലർക്ക് എന്താണ് അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നോർമൽ ആയിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ പല ഇമോഷനിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ പല ഇമോഷൻ ആയിരിക്കും, പല സിറ്റുവേഷനിൽ നിന്നാണ് അവർ ഫേസ് ചെയ്താൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന അതെ ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചു വന്നവരാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നവരുടെ കൂടെ വന്ന റിലേറ്റീവ്സ് ആവാം, അങ്ങനെ ആരും ആയിക്കോട്ടെ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾക്കനുസരിച്ച് ഓരോ പേഷ്യൻസിനെയും മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിന് കഴിവുണ്ടായിരിക്കണം അല്ലെ. അതേസമയം അവർക്കൊരു ദേഷ്യപ്പെട്ട് വരുന്ന ഒരു കസ്റ്റമർ ആണ്, അത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ദേഷ്യമായിരിക്കും അല്ലെ. ആ സമയത്ത് ഇവരും തിരിച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്താ പറ്റുക അവിടെ? അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും അല്ലെ. അതേസമയം ആ ദേഷ്യപ്പെട്ട് വരുന്നവരാണെങ്കിൽ കൂടി അവരൊരു മയത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിലോ അവരുടെ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? അവരുടെ ദേഷ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ഇമോഷൻസ് എങ്ങനെയാണോ, അവരുടെ വിചാരങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് കൃത്യമായിട്ട് അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പൊ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോവാൻ സാധ്യതയുള്ളതുമാണ്. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? രണ്ടാമത്തത് ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മൾ കാണാറുണ്ട് നമ്മൾ എന്തൊരു ആവശ്യത്തിനും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയോ ഒക്കെ നമ്മൾ ഫോൺ കോളുകൾ വിളിക്കാറുണ്ട് അല്ലെ. നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്കല്ലേ കോൾ വിളിക്കുന്നത്, ആദ്യം തന്നെ നമ്മൾ അവിടേക്ക് ആയിരിക്കും അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻക്വയറീസിന് വേണ്ടിയിട്ടോ വിളിക്കാം. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ജീവനക്കാരന്റെയും ഹാൻഡിൽ കോൾ വോളിയം അവര് സംസാരിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് പോലെ അത്ര ഉച്ചത്തിലോ ഉറക്കിലോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ഒരിക്കലും ഒരു ഓഫീസ് എന്ന നിലയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു മയത്തില് ഒരു വോളിയം ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ വരുന്ന ഫോൺ കോളുകളെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വറ്റ് എന്ന് വെച്ചാൽ എറ്റിക്വറ്റ് എന്ന് പറയുന്നത് മര്യാദ. നമ്മൾ ഫോൺ കോൾ വിളിക്കുമ്പോൾ നമ്മൾ കുറെ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട് അല്ലെ. അവരെ എന്ത് ചെയ്യണം? ഹലോ പറഞ്ഞ് അവർക്ക് എന്താണ് ഗുഡ് മോർണിംഗ് ആണോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഇന്ന ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞൊക്കെയല്ലേ അവരെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. നിങ്ങളൊക്കെ വിളിച്ച് പറയാൻ പറ്റുമല്ലോ അല്ലെ. നല്ല രീതിയിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം അവരുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? ഹാൻഡിൽ കോൾ വോളിയം. ഒത്തിരി ഉറച്ചൊന്നും സംസാരിക്കാതെ വളരെ മയത്തില് കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ വരുന്ന ഓരോ കോളുകളും കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കണം. ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വറ്റ്. അപ്പൊ അവരുടെ ഓപ്പോസിറ്റിൽ നിന്ന് ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അല്ലെ, എത്ര നേരം ആയിട്ട് ഞങ്ങൾ അപ്പോയിന്റ്മെന്റിന് വിളിക്കുന്നതാണോ പലരും ദേഷ്യപ്പെട്ട ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ചിലപ്പോൾ കുറെ നേരം വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറില്ലേ അവരുടെ അടുത്ത്? അപ്പോഴും അവർ തിരിച്ച് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ല അല്ലെ. അവരെന്ത് ചെയ്യും? ഞങ്ങളിങ്ങനെ എന്താണ് ഇവിടെ തിരക്കായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണ് പറ്റാത്തത് എന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ സംസാരിക്കണം അല്ലെ. അതുപോലെ ഓരോ രീതിയിലും ഫോൺ എറ്റിക്വറ്റ് അല്ലെങ്കിൽ ഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം ഈ വരുന്ന ഓരോ ഫോൺ കോളുകളും ഇവർ അറ്റൻഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. അത് ഇവര് ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ അല്ലാതെ വന്നാൽ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് അവിടെ ഒരു ചലഞ്ചായിട്ട് മാറും. മൂന്നാമതായിട്ട് മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. ഇനി എന്താ? പേഷ്യൻസിന് വെയിറ്റിംഗ് ടൈം ഒത്തിരി സമയമൊന്നും നമുക്ക് ഒരുപാട് നേരമൊന്നും പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. നമുക്കാണെങ്കിൽ ഒത്തിരി സമയമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവില്ലേ നമുക്ക്.
ഒത്തിരി സമയമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനെയും ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ആ പേഷ്യന്റ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താ, ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള പേഷ്യൻസിന്റെ ഒഴുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവര് ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നത്. ഒന്നില്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫ്ലോ മാനേജ് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് ഒത്തിരി പേഷ്യൻസ് അറ്റ് എ ടൈം ആ ഹോസ്പിറ്റലിലേക്ക് വരാണെങ്കിൽ അവരെല്ലാവരെയും മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഒന്നില്ലെങ്കിൽ ഇവര് ഒത്തിരി അതെ സ്റ്റോക്ക് ടോക്കൺസ് വെക്കാം, അല്ലെങ്കിൽ എന്താ ഒത്തിരി കുറച്ച് സ്റ്റാഫുകളെ കൂടുതലായിട്ട് അതിനു വേണ്ടി നിയമിക്കാം. അല്ലെങ്കിലോ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റിന് വിളിക്കുമ്പോൾ അവർ പറയാറുണ്ടോ ഇന്ന സമയത്ത് വരാനായിട്ട് ഇത്ര നമ്പർ ടോക്കൺ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പൊ ഏകദേശം ഇത്ര സമയം ആവുമ്പോഴേക്കും വന്നാൽ മതി എന്നൊക്കെ പറയാനില്ലേ. ഇപ്പോൾ വിളിച്ചു കഴിയുമ്പോൾ പറയാറില്ലേ, അപ്പൊ നമ്മൾ ആ സമയം ആവുമ്പോഴേക്കും എത്തിയാൽ മതി. രാവിലെ ഒരു 10 മണിക്കൊന്നും പോയിരിക്കേണ്ട കാര്യമില്ല. ചിലപ്പോ ഡോക്ടർ ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ ആയിരിക്കും വിളിക്കുക. അപ്പൊ അതിൽ അവര് ഇന്ന സമയം നിങ്ങളുടെ ടോക്കൺ നമ്പർ അനുസരിച്ച് ഇത്ര സമയം ആവുമ്പോഴേക്കും ആയിരിക്കും നിങ്ങൾക്ക് വിളി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാനുള്ള സമയം ഇത്ര സമയമാണ്, ആ സമയം ആവുമ്പോഴേക്കും നിങ്ങൾ എത്തിയാൽ മതി എന്നൊക്കെ പറയാറില്ലേ. അത് തന്നെ. അപ്പൊ ഇവിടെ എന്താണ്, ഒത്തിരി പേഷ്യൻസ് അറ്റ് എ ടൈം അവിടേക്ക് വരുന്നതിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ തന്നെ എല്ലാവരും കൂടി അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി തിരക്ക് വരും അല്ലെ. ആ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം ഒത്തിരി സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഇരുത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിന് മാനേജ് ചെയ്തതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതി പരിഹാരം കാണുക. ഒരു പേഷ്യൻസ് വന്നു, ഒരു കംപ്ലൈന്റ് പറഞ്ഞു, അവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തി നൽകുക എന്നുള്ളതും ഈ പറയുന്ന ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകള് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ്. 4 പോയിന്റ്സ് ആണ് പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയിരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് വേഗം പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്. ഓക്കെ, നമുക്ക് പറയാം ഒന്നുകൂടി കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ഇതൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പറഞ്ഞത് മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. വരുന്ന പേഷ്യൻസിന് പലതരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കാം, വികാരങ്ങളോട് കൂടിയായിരിക്കാം അവർ വരുന്നത്. അപ്പൊ അവരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾക്ക് സാധിക്കണം. രണ്ടാമത് പറഞ്ഞത് ഹാൻഡിലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ ഇറ്റിക്വറ്റ്. എന്താ, കോൾ വോളിയംസ് വരുന്ന കോള് എടുക്കുന്ന സമയത്ത് ഒത്തിരി വോളിയത്തിൽ സംസാരിക്കാതെ കാര്യമായതോടു കൂടി അത് കൈകാര്യം ചെയ്യാനും, അതുപോലെ ഫോണും വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടായിരിക്കണം ഫോൺ കോളുകൾ കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത് പറഞ്ഞത് മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്ക്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായി മാനേജ് ചെയ്ത് ഒത്തിരി സമയം പേഷ്യൻസിനെ വെയിറ്റ് ചെയ്തിരുത്താതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ലാസ്റ്റ് വരുന്നത് കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതി പരിഹാരം ഉടനടി കണ്ടെത്തുകയും അതിനനുസരിച്ച് പേഷ്യൻസിന് അവരുടെ സൊല്യൂഷൻസ് പെട്ടെന്ന് കണ്ടെത്തി നൽകുകയും ചെയ്യുന്നതിലൂടെ ഇതെല്ലാം ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത് ഫേസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ ഇവര് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണോ? 4 പോയിന്റ്സും ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് മെയിൻ ഗോള്. ഈ ഒരു ഫ്രണ്ട് ഡെസ്ക് ഓഫീസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്താണ്? Your main goal is to have each patient leave with a smile or satisfaction
on their face and feeling of having been well taken care of you by you and your employees or colleagues. എന്താ പറയുന്നത്? മെയിൻ ഗോൾ അല്ലെങ്കിൽ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് to have each patient, ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസും ലീവ് വിത്ത് എ സ്മൈൽ. അവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം അവരുടെ ഫേസ് എന്ന് പറയുന്നത്? സ്മൈല്, അല്ലെ? ചിരിച്ചുകൊണ്ടായിരിക്കണം. അത് എങ്ങനെയുള്ള ഒരു ചിരിയായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതായിരിക്കണം. സംതൃപ്തിയോട് കൂടിയുള്ള ഒരു സ്മൈലോട് കൂടിയായിരിക്കണം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ പേഷ്യൻസും തിരിച്ചു പോവേണ്ടത്. ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് ഓർ കൊളീഗ്സ്. ഇനി എന്താ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യണം? എങ്ങനെ ഫീൽ ചെയ്യണം എന്നാ പറഞ്ഞേ? ആ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾ അവരെ നന്നായി പരിചരിച്ചു, അല്ലെ? നല്ല പരിചരണം അവർക്ക് കൊടുത്തു. നമ്മൾ മാത്രമല്ല, ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾ മാത്രമല്ല, മറിച്ച് എങ്ങനെയാ നമ്മുടെ മറ്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മറ്റ് സഹപ്രവർത്തകരും നന്നായി അവരെ പരിചരിച്ചു. അവർക്ക് ആവശ്യമായ സർവീസുകൾ കിട്ടി എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ അവർ സാറ്റിസ്ഫൈഡ് ആവണം, അല്ലെ? സംതൃപ്തരായി. അതിന്റെ ആ ഒരു സ്മൈലായിരിക്കണം അവരുടെ ഫേസിൽ ഉണ്ടാവേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഗോൾ ആണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ ഫേസിൽ ഒരു സ്മൈല്, ചിരിച്ചുകൊണ്ടായിരിക്കണം അവർ പോകേണ്ടത്. അത് എന്തിന്റെ സ്മൈൽ ആയിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയതിന്റെ, അല്ലെ? സംതൃപ്തരാവണം. എങ്ങനെ ഫീൽ ചെയ്യണം? അവിടെയുള്ള ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ജീവനക്കാരും അവർ നന്നായിട്ട് കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ അവരെ പെരുമാറി. അതുകൂടാതെ അവരുടെ മറ്റു കൊളീഗ്സ് അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലെ മറ്റ് സഹപ്രവർത്തകരും അവർ നന്നായി പരിചരിച്ചു എന്നൊരു ഫീലോടുകൂടി, അതിലൂടെ കിട്ടുന്ന സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് വരുന്ന ഒരു സ്മൈലോട് കൂടിയായിരിക്കണം ഓരോ പേഷ്യൻസും ആ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട്. അതാണ് മെയിൻ ഗോൾ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മെയിൻ ഗോള് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അതായത് ഇപ്പൊ ഒരു അസ്വസ്ഥരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ ആയി വന്നവരാവാം, അല്ലെങ്കിൽ അവരുടെ കൂടെ വന്നവരാവാം. അപ്പൊ അവർ ഒത്തിരി കുറച്ച് അപ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളാണെങ്കിലോ അങ്ങനെയല്ലേ? ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ക്ഷമയോട് കൂടി ഇരിക്കാനോ അല്ലെങ്കിൽ എന്താ കാമായിട്ട് ഇരിക്കാനോ ഒന്നും പറ്റില്ല, അല്ലെ? ആ സമയത്ത് അപ്സെറ്റ് ആയിട്ട് നമ്മുടെ അസ്വസ്ഥരായ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം? രണ്ട് പോയിന്റ്സ് പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്താ? ലിസൺ ഫസ്റ്റ്. അങ്ങനെ ഒരു പേഷ്യന്റ് വരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കസ്റ്റമർ വരാണ്, അപ്സെറ്റ് ആണ്, അവർ വളരെ അസ്വസ്ഥരായിട്ട്, ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ തൊട്ടടുത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അസ്വസ്ഥരാകും, അല്ലെ? ആ സമയത്ത് അങ്ങനെ ഒരു കസ്റ്റമർ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ലിസൺ ഫസ്റ്റ്. അവർക്ക് പറയാനുള്ള കാര്യം ആദ്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യുക? തുടർന്ന് നമുക്ക് പരിഹാരം വാഗ്ദാനം ചെയ്യുക. അപ്പൊ അവർക്ക് ഇന്നൊരു പ്രോബ്ലം ആണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന് ഇന്നൊരു പ്രോബ്ലം ആണ്, ഇങ്ങനെ വയ്യാതിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താണ് അവരുടെ പ്രശ്നം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കേൾക്കുക. അതിനുശേഷം അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം ഓഫർ ചെയ്യുക അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുക. ഇനി ഈ പറയുന്ന യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം, ഈ പറയുന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലെ ഒരു സ്റ്റാഫായിട്ട് നമ്മൾ കരുതാം, ഒരു സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സ്റ്റാഫ് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, ഒരാൾ ഒരു അപ്സെറ്റ് ആയിട്ട് ഒരു അസ്വസ്ഥരായ ഒരു കസ്റ്റമർ വന്ന് പറയാണ് എന്റെ പ്രോബ്ലം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം നല്ല ശ്രദ്ധാപൂർവ്വം നമ്മൾ കേട്ടു. അവർക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരം നമ്മൾ അവരോട് വാഗ്ദാനം ചെയ്തു. ഇനി പറയുന്ന പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്യാൻ പറ്റാത്തതാണല്ലോ എന്ന് വിചാരിച്ച അവിടെ വിട്ടുകളയാണോ വേണ്ടേ? അല്ല. ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം ആൻഡ് ഓഫർ ആൾട്ടർനേറ്റീവ്സ്. എന്താണ്? നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാവും, അല്ലെ? അവർക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവരോട് നമ്മൾ ആവശ്യപ്പെടുക, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അത് എനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ സാർ അല്ലെങ്കിൽ മാഡം ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ
മുമ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം, അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ എന്ന് അവരോട് ആവശ്യപ്പെടുക. ആൻഡ് ഓഫർ ആൾട്ടർനേറ്റീവ്സ്. അതിനുശേഷം തുടർന്ന് എന്ത് ചെയ്യണം, അടുത്ത മാർഗങ്ങൾ എന്ത് ചെയ്യുക, വാഗ്ദാനം ചെയ്യുകയും ചെയ്യുക. ഒരു മാർഗം നോക്കിയപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ മറ്റു മാർഗങ്ങൾ ഏതാണോ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ സുപ്പീരിയർ അല്ലെങ്കിൽ സൂപ്പർവൈസറിനോട് അതൊന്ന് ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു അപ്സെറ്റ് കസ്റ്റമർ, അസ്വസ്ഥരായ കസ്റ്റമേഴ്സ് വരുമ്പോൾ ആദ്യം അവരുടെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അവർക്ക് എന്താണോ അവരുടെ പ്രോബ്ലം അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ അവർക്ക് ഓഫർ ചെയ്യുക. ഇനി ആ പറയുന്ന സൊല്യൂഷനിലൂടെ നമുക്ക് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയറിനോട് അത് സോൾവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ആൻഡ് ഓഫർ ആൾട്ടർനേറ്റീവ്സ് ഇതര മാർഗങ്ങൾ വാഗ്ദാനം ചെയ്ത് നൽകുകയും ചെയ്യുക. വേഗം വായിച്ചു നോക്കി. ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തത് നമ്മള് ഒരു 3 ഡെസ്ക് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രണ്ട് ഓഫീസിനെ ഒരു 3 ഡെസ്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ അതിന്റെ വ്യത്യാസം എന്താന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അതിൽ ഫസ്റ്റ് വരുന്ന ഡെസ്ക് ആണ് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അപ്പൊ പേരിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾ ആ ഹെഡിങ്ങിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ഫ്രണ്ട് ഓഫീസിനെ 3 ഡെസ്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, രണ്ടാമത് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, മൂന്നാമത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അപ്പൊ അതില് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾ അല്ലെങ്കിൽ പങ്കാളിത്തം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ നമ്മള് വരുന്ന പേഷ്യൻസിന്റെ ഇപ്പൊ എൻക്വയറീസിന് വരാറുണ്ട്, അതുപോലെ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ 3 ഡെസ്കുകളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാല് മാറിപ്പോയില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ. ഇപ്പൊ നമ്മൾ ഫോൺ കോൾ വിളിക്കുമല്ലോ അല്ലെ. ആ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോളർ അല്ലെങ്കിൽ വിളിക്കുന്ന ആളോട് വളരെ ഗ്രീറ്റ് ചെയ്യുക, വളരെ ഉപചാരപൂർവ്വം ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി, ഒരു പോസിറ്റീവായ സമീപനത്തോടു കൂടിയും ഒരു മനോഭാവത്തോടു കൂടിയും സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ ഉപചാരപൂർവ്വം എന്ത് ചെയ്യുക, സംസാരിക്കുക അവരോട്. രണ്ടാമത്തത്, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദിയർ ക്വറീസ്. അവർ വിളിക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി എന്താണ് അന്വേഷണങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അതിന് ഉടനടി പ്രതികരണം നൽകുക. മൂന്നാമത്തത്, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ന ദിവസം ഡോക്ടറുണ്ടോ കാര്യങ്ങളോ ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നമുക്ക് മറ്റൊരു നമ്പർ തരാറില്ലേ? നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അവര്? മറ്റൊരു നമ്പർ തരും, ഇന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് പറയാറുണ്ടോ? പറയാറില്ലേ? മറ്റൊരു നമ്പർ അവർ തരാറില്ലേ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്? അതെ. ഇവിടെ എന്താ, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും നമ്പർ ഇവർക്ക് അറിഞ്ഞിരിക്കണം. ആർക്കറിഞ്ഞിരിക്കണം? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന പോലെ പേഷ്യൻസ് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള വിവരമാണോ അവർക്ക് അറിഞ്ഞിരിക്കുന്നത്, ചിലപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർ ആ ഒരു നമ്പർ നമുക്ക് റെഫർ ചെയ്ത് തരും അല്ലെ. ആ നമ്പറിൽ നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ആവശ്യമായ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? Then have a list of doctors and employees along with their numbers. അതുപോലെ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ എംപ്ലോയീസിന്റെയും അതുപോലെ ഡോക്ടേഴ്സിന്റെയും പേരും നമ്പറും ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. And should never be 40 while receiving a call. ഒരു കോൾ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സമയത്ത് ഒരിക്കലും 40 ആവാൻ പാടില്ല. എന്താണ് 40 എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? അഹങ്കാരം അല്ലെ. അപ്പൊ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒത്തിരി അഹങ്കാരത്തോട് കൂടിയിരുന്നു ആ കോളർ വിളിക്കുന്ന സമയത്ത് ഈ കോളുകൾ ഇവർ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും അഹങ്കാരത്തോടു കൂടി വിളിക്കുന്ന കോള് റിസീവ് ചെയ്യാൻ പാടില്ല.
Then should optimize patient satisfaction and provide a time and treatment room utilization by scheduling appointments in person or by telephone. ഇനി എന്താ ഒന്നിനും നേരിട്ട് വന്ന അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നവരുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ടെലിഫോൺസിലൂടെ അപ്പോയിന്റ്മെന്റുകൾ ഫോൺ കോളുകളിലൂടെ നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഏതിലൂടെയും അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും അല്ലെ. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്? ആ പ്രൊവൈഡറുടെ ടൈം, അതായത് ഇപ്പൊ നമുക്ക് ഒരു ഡോക്ടറെ ആണ് കൺസൾട്ട് ചെയ്യുന്നത്, ആ ഡോക്ടറെ എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് കൺസൾട്ടേഷന് വേണ്ടിയിരിക്കുന്നത് അല്ലെ, ആ ഒരു സമയം നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ, ഏത് ട്രീറ്റ്മെന്റ് റൂമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്തായിരിക്കണം ഓരോ വ്യക്തികൾക്കും നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയോ അപ്പോയിന്റ്മെന്റുകൾ ശരിയാക്കി നൽകേണ്ടത്. അതിലൂടെ ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനിൽ സംതൃപ്തി ഒപ്റ്റിമൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രയോഗത്തിൽ എത്തിക്കുക. അപ്പൊ ഇവിടെ എത്ര റോൾസ് ആണ് നമ്മൾ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം നമ്മള് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഡെസ്ക് ഓഫീസിലേക്ക് നമ്മുടെ കോൾ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ. അതല്ലേ നമ്മൾ പറഞ്ഞത്, ഫോൺ കോൾ വിളിക്കുമ്പോ അവര് പാലിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അവര് നമുക്ക് തരേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ. നേരിട്ടല്ലെങ്കിൽ ഫോൺ കോളിലൂടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അത് രണ്ടുമാണ്. അതുപോലെ നമ്മൾ അന്വേഷണങ്ങൾക്ക് ആരംഭിക്കുമ്പോൾ ആവശ്യമായ അന്വേഷണങ്ങൾക്കുള്ള റെസ്പോൺസ് തരിക. ഇത് മൂന്നുമാണ് ശരിക്കും ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കുമായി ബന്ധപ്പെട്ട റോളുകൾ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? മിസ് പറഞ്ഞില്ലാന്നുള്ളത് മനസ്സിലായോ? മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡെസ്ക് ഡീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ പറയാം കേട്ടോ. കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അവിടേക്കും കോൾ വരുന്ന സമയത്ത് ആ കോളറോട് വളരെ ഉപചാരപൂർവ്വം ഒരു പോസിറ്റീവായ രീതിയിൽ ഒരു സമീപനത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. രണ്ടാമത്തത് അവരുടെ അന്വേഷണങ്ങൾക്ക് ഉടനടി പ്രതികരണങ്ങൾ നൽകുകയും വേണം. മൂന്നാമത്തത് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും നമ്പറുകൾ ഈ പറയുന്ന ഡെസ്കിന് അറിവുണ്ടായിരിക്കണം. നാലാമത് പറഞ്ഞത് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ്. അവിടെ ഏതൊക്കെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ പേരും അവരുടെ നമ്പേഴ്സും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. There should never be haughty while receiving a call. ഒരു കോള് സ്വീകരിക്കുന്ന സമയത്ത് ഒരിക്കലും അഹങ്കാരത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല. നെക്സ്റ്റ് പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനും സംതൃപ്തി ക്രമീകരിക്കുന്നതിന് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ആ പേഷ്യൻസ് ഇപ്പൊ നേരിട്ടോ ആവാം അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അത് കൊടുക്കുന്ന ഡോക്ടേഴ്സ് പ്രൊവൈഡർ ആരാണോ അവരുടെ സമയവും അതുപോലെ ആ ട്രീറ്റ്മെന്റ് റൂമുമായി ബന്ധപ്പെട്ട യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് കൃത്യമായ സമയവും അപ്പോയിന്റ്മെന്റുകളും ഷെഡ്യൂൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതും ഈ ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോളിൽ വരുന്ന കാര്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ അവർ 6 പോയിന്റ്സ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ നമ്മൾ അടുത്ത ഡെസ്കിന്റെ കാര്യത്തിലേക്ക് പോവാണ് കേട്ടാ. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് കേട്ടാ. അടുത്തതാണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. നോക്കിയേ അതിലെ പേര് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞു നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ.
ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ആവശ്യമായ അസിസ്റ്റൻസ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ, അവിടെ വരുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുഗമമാക്കി നൽകുകയും ചെയ്യുക. രണ്ടാമത്തത് കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് എൻക്വയറീസ്. എന്താണ് കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ? വാക്കിംഗ് ഇന്റർവ്യൂ എന്നൊക്കെ കേട്ടുകാണോ അല്ലെ? ഇത് നമ്മൾ അങ്ങനെ കേട്ടുകാണില്ല അല്ലെ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഓൾറെഡി ഫോൺ കോളുകളിലൂടെ ബുക്ക് ചെയ്ത് പോകാൻ പറ്റാറില്ല. അപ്പോയിന്റ്മെന്റുകൾ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാറ്. ആണോ? എപ്പോഴും അങ്ങനെയാണോ ചെയ്യാറ്? അപ്പൊ ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. ഉണ്ടോ? എടുക്കാറില്ലേ? അത് തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ പ്രീ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ അല്ലാത്തത്, ഇവര് പ്രീ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, അപ്പോയിന്റ്മെന്റുകളൊന്നും പ്രീ ഷെഡ്യൂൾ ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ വാക്കിംഗ് എൻക്വയറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ പേഷ്യൻസ് ഈ അപ്പോയിന്റ്മെന്റുകളോ കാര്യം ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങളൊന്നും എടുക്കാതെ ആ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. അവർ നേരിട്ട് അവിടെ വന്നാണ് ആ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഈ ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തത് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വന്നിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റുകളും അതുപോലെ അത് ഷെഡ്യൂൾ ചെയ്ത് നൽകുന്നതും ആരാണ്? ഈ ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. പേരിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? മറിച്ച് മറ്റുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് ഏത് ഡെസ്കാ? ഏത് ഡെസ്ക് ആണ്? ഇപ്പൊ പറഞ്ഞ ആരെയാണ് നമ്മൾ മറന്നുപോയോ? മറ്റു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകളെ കാര്യങ്ങള് ഹെൽത്ത് എന്താണ്? ഏത് ഡെസ്ക് ആണ്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, അടുത്തത് മറ്റേ ഇത് എന്തുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഹെൽത്ത് ചെക്ക് ഡെസ്കുകളാണ്. അപ്പൊ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളൊക്കെ ഏകോപനം നടത്തുന്നു. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. എന്താ? ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്, അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്ന് പറയുമ്പോ? ഫസ്റ്റ് വൺ, പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. വരുന്ന കസ്റ്റമേഴ്സിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ആ ഹോസ്പിറ്റലിൽ വന്ന പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുഗമമാക്കാനും സഹായിക്കുന്നു. Then handling corporate or walking inquiries. Rescheduling appointment ചെയ്യാതെ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. Then appointment and scheduling of health checkup. ഹെൽത്ത് ചെക്കപ്പുകൾക്ക് ആവശ്യമായ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുകയും അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. Then coordinating with concerned department. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏകോപനം നടത്തുന്നു. Then dispatch of report after health checkup. ഹെൽത്ത് ചെക്കപ്പിന് ശേഷം അല്ലെങ്കിൽ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ടുകൾ ഡിസ്പാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണോ? റിസോഴ്സ് ഡെസ്കും ഹെൽത്ത് ചെക്ക് ഡെസ്കും തമ്മിൽ, അതാണ് മിസ് പറഞ്ഞത്. അവരുടെ ഡ്യൂട്ടീസിൽ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഡ്യൂട്ടീസിൽ വ്യത്യാസമുണ്ട്. രണ്ട് പോയിന്റ്സും പറഞ്ഞ വ്യത്യാസങ്ങൾ മനസ്സിലായില്ലേ? ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആകുമ്പോ അവർ ഫോൺ കോളുകൾ സ്വീകരിക്കുക, ആവശ്യമായ എൻക്വയറീസിനുള്ള റെസ്പോൺസ് കൊടുക്കുക, അതുപോലെ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്, വിഭവമാണ് അല്ലെ? അപ്പൊ നെക്സ്റ്റ് വരുമ്പോ
ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. അപ്പൊ അവിടെ അവർക്ക് അങ്ങനെയുള്ള മറ്റ് പറഞ്ഞ റോളുകളുടെ ഡ്യൂട്ടീസ് അല്ല ഇവർക്ക്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അവിടെ ഹെൽത്ത് ചെക്കപ്പിന് വരുന്നവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, വാക്കിംഗ് ഇൻക്വയറീസ് ആയിട്ട് വരുന്ന അല്ലെ, അവിടെ അപ്പോയിന്റ്മെന്റുകളൊന്നും എടുക്കാതെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നവരെ കൈകാര്യം ചെയ്യുക, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുക, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഏകോപനങ്ങൾ നടത്തുക. രണ്ടിന്റെയും ഡിഫറൻസ് ആണ്, റോളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേരുകളിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. ഇനി റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒരു 3 പോയിന്റ്സ് കേട്ടോ. അതിന്റെ പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന പെട്ടെന്നുള്ളതാണെങ്കിൽ അതെ ഹെൽത്ത് ഡെസ്ക് ആണ്, ഹെൽത്ത് ചെക്കപ്പ് ഡെസ്ക് ആണ് കേട്ടോ. നോക്കിയേ, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഓരോ പേഷ്യൻസും പല പല സ്ഥലങ്ങളിൽ നിന്ന് പല റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകളോ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ ഫ്രണ്ട് ഓഫീസിലേക്ക് എത്തുകയും അത് കൃത്യമായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. Then next, provide reports on the time to the client. ഇനി എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് അവരുടെ ക്ലയന്റുകൾക്ക് നൽകുകയും ചെയ്യുക. അത് പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. അവിടെ നിന്ന് ആ ക്ലയന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് ഈ റിപ്പോർട്ടുകൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തത് മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. എന്ത് ചെയ്യുന്നു? ഏതൊക്കെ റിപ്പോർട്ടുകളാണ് നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത്, ഇനി ഏതൊക്കെയാണ് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ കാര്യങ്ങൾ എന്താ? ഒന്നാമത്തത് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ, റിസീവ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ക്ലയന്റുകൾക്ക് അത് കൈമാറുന്നു. മൂന്നാമത്തത് ഈ പറയുന്ന വന്നിരിക്കുന്ന ഒത്തിരി റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ, അതെല്ലാം ഏതൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ ഇതിലേക്ക് റിസീവ് ചെയ്തു അതിന്റെ റെക്കോർഡ്സ് അത് ഏതൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്യണം. അതുപോലെ ഏതൊക്കെ ക്ലയന്റുകൾക്ക് നമ്മൾ ഇത് കൈമാറി എന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. ഇതിലൊക്കെ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനാ വരുള്ളൂ കേട്ടോ. അപ്പൊ അതില് ചിലപ്പോൾ റോളുകൾ തമ്മിൽ മാറ്റിയൊക്കെ കൊടുക്കാം. ഇൻക്ലൂഡഡ് ആയത് ഇത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത് എന്ന് ചോദിക്കാം കേട്ടോ. ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നുമില്ല, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണോ? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിംഗ് ആണ്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തോട്ടോ, ഇത് ചോദിക്കാറുണ്ട്. ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ അറൌണ്ട് ദ ക്ലോക്ക് 24 hours. ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസിന്റെ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിന്റെ സമയം എത്ര മണിക്കൂറാണ്? എത്ര മണിക്കൂറാ പറയുന്നേ? എത്രയും പറഞ്ഞപ്പോ 24 hours ആണ് കേട്ടോ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സർവീസ് ആണ്. ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ അറൌണ്ട് ദ ക്ലോക്ക് 24 hours സർവീസ്. 24 മണിക്കൂറുമുള്ള ഒരു സർവീസ് ആണ് ഫ്രണ്ട് ഓഫീസ് പേഷ്യൻസിന് കൊടുക്കുന്നത്. Then the staff work in 3 shift. അവിടുത്തെ ജീവനക്കാര് എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? 3 ഷിഫ്റ്റുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 24 മണിക്കൂറല്ലേ, അപ്പൊ 3 ഷിഫ്റ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് രണ്ടും ചോദിക്കാം. എത്ര മണിക്കൂറാണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പേഷ്യന്റ് കെയർ, എത്ര സർവീസ്, എത്ര മണിക്കൂറാണ് അവിടെ നിലനിർത്തുന്നത്? 24 മണിക്കൂർ സർവീസ് ആണ്. ഇനി പേഷ്യൻസിന്റെ അവിടെ സ്റ്റാഫുകള് എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ 2 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടോ, ചോദിക്കാം.
അതെ, മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. എത്രയും കാര്യങ്ങളാണ് വെറുതെ അത് എക്സ്ട്രാ പറയണ്ടല്ലോ. അത് ജസ്റ്റ് ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് മുതലായ കാര്യങ്ങളിലേക്ക് കിടക്കാണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗത്തോട്ടൊക്കെ എത്താറായി കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നുണ്ട്. അതിനുശേഷം അവരുടെ മെയിൻ ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് മുതലായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മിക്ക ചാപ്റ്ററുകളിലും ഉണ്ടാവും കേട്ടോ, ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പോ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? അവിടെയുള്ള പ്രധാനപ്പെട്ട ഓരോരുത്തരുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും, മിക്ക ചാപ്റ്ററുകളിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ആണ്. ആ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ജോലി, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്താണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, a hospital front office executive is a person who works in the hospital front office and manages various tasks. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ചോദിക്കാട്ടാ. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം അല്ലെ. അവരെന്താണ്? ഇതൊരു വ്യക്തിയാണ്, ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. who works in the hospital front office, hospital front office ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് മാനേജസ് വേരിയസ് ടാസ്ക്. അവരെന്ത് ചെയ്യുന്നു? വിവിധ ജോലികൾ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവര് മാനേജ് വേരിയസ് ടാസ്ക്, വിവിധ ജോലികൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും അവർക്ക് ഉണ്ടായിരിക്കും. Then he or she is responsible for basic clerical tasks such as answering calls. അതൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്? ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ക്ലറിക്കൽ ടാസ്കുകൾ എന്തൊക്കെയാണ്? ആൻസറിങ് ഫോൺസ് അല്ലെ, ഫോൺ കോളുകൾ വരുമ്പോ അതിനനുസരിച്ചുള്ള മറുപടികൾ നൽകണം വേണ്ടേ? Then greeting patients and visitors. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ, പേഷ്യൻസിനും വിസിറ്റേഴ്സിനെയും നല്ല രീതിയിൽ ഉപചാരപൂർവ്വം സ്വീകരിക്കണം. And scheduling appointments in a professional and time manner. വളരെ സമയബന്ധിതമായും പ്രൊഫഷണലിസത്തോടു കൂടിയും വരുന്ന ഓരോ അപ്പോയിന്റ്മെന്റുകളും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നൽകുകയും വേണം. അതൊരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. Then most medical receptionists work in a physician's office, dentist office, hospital or another medical facility. മിക്ക മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളും ഒന്നില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഡെന്റിസ്റ്റുകളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റികളിലാണ് മിക്ക മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളും വർക്ക് ചെയ്യുന്നത്. Then in smaller offices, ഇനി ഒരു ചെറിയ ഓഫീസ് ആണെന്ന് വിചാരിക്കാം, the medical receptionist will be responsible for both administrative and clinical duties. എന്താണ്? അവിടെ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഓഫീസുകളൊക്കെ ആകുമ്പോൾ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഈ പറയുന്ന പോലെയുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാത്രമായിരിക്കില്ല ചെയ്യേണ്ടി വരിക. മറിച്ച് എന്താ? will be responsible for both, രണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ക്ലിനിക്കൽ ഡ്യൂട്ടീസ് പലതരത്തിലുള്ള പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവര് ചിലപ്പോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ചെറിയ ഓഫീസ് ആവുമ്പോൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ക്ലിനിക്കൽ ടാസ്ക് മാത്രം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് മാത്രമായിട്ട് ചിലപ്പോൾ ചെറിയ ഓഫീസ് ആകുമ്പോൾ അവിടെ അത്രയ്ക്കുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാളെ കൂടി വേറെ എടുക്കാന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അവരെന്ത് ചെയ്യും? ഉള്ള ആളുകളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ചിലപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടീസും ക്ലിനിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇവര് തന്നെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ലാർജ് ഓഫീസ്, വലിയ ഓഫീസ് ഒക്കെ ആകുമ്പോൾ they may only be responsible for administrative or clerical duties. എന്താ? ഇവർക്ക് ഒന്നില്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാത്രം ചെയ്താൽ മതിയാവും,
അല്ലെങ്കിലോ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് മാത്രം ചെയ്താൽ മതിയാവും. വലിയ ഓഫീസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ആ ഡ്യൂട്ടീസ് ഇതിനോട് വലിയതായിരിക്കും, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അവർ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അല്ലെ. അവർക്ക് ഏതെങ്കിലും ഒരു ടാസ്ക് മാത്രം ചെയ്താലും മതിയാവും. ചെറിയ ഹോസ്പിറ്റലാവുമ്പോൾ ചെറിയ ഓഫീസുകളാവുമ്പോൾ അവർക്ക് പല ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. Then the position is referred to as ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു തസ്തികയെ നമുക്ക് മറ്റെന്തൊക്കെ പേരുകളിലൂടെ നമുക്ക് വിളിക്കാൻ പറ്റും? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്ന് വിളിക്കാം. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ ആ ഒരു പൊസിഷനെ വിളിക്കാവുന്ന മറ്റു പേരുകളൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ? ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് അവർ എവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്? ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. അവർക്ക് പലതരത്തിലുള്ള വിവിധ ജോലികൾ ചെയ്യാനുള്ളൊരു കഴിവും അവർക്കുണ്ടായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള ക്ലറിക്കൽ ടാസ്കുകൾ, അതായത് ആൻസറിങ് ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, മറുപടികൾ നൽകുക, പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ഒക്കെ നല്ല ഉപചാരപൂർവ്വം സ്വീകരിക്കുക, അതുപോലെ വളരെ സമയബന്ധിതമായും വളരെ പ്രൊഫഷണലിസത്തോടുകൂടി വരുന്ന അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് നൽകുക. ഇതെല്ലാം ഒരു ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മിക്ക മെഡിക്കൽ റിസപ്ഷനിസ്റ്റും ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലാവാം, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻസിന്റെ ഓഫീസിലാവാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റികളിലായിരിക്കാം വർക്ക് ചെയ്യുന്നത്. സ്മോളർ ഹോസ്പിറ്റൽ ചെറിയ ഓഫീസുകളാകുമ്പോൾ അവിടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് രണ്ട് തരത്തിലുള്ള ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ, ക്ലറിക്കൽ ആണ് കേട്ടോ. അവിടെ ക്ലിനിക്കൽ എന്നല്ല, ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ളതും ക്ലറിക്കൽ പരമായിട്ടുള്ള ഡ്യൂട്ടീസും ചിലപ്പോൾ രണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ചെറിയൊരു ഓഫീസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് ജീവനക്കാരെ അവരവിടെ വെക്കില്ല. അതുപോലെ തന്നെ അവിടെ ജോലി ഡ്യൂട്ടീസിന്റെ കാര്യങ്ങളും കുറവായിരിക്കും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരാളെ കൂടെ തന്നെ മറ്റു ഡ്യൂട്ടികളും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കും. രണ്ട് കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസും ഒരുമിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം വലിയ ഓഫീസ് ആകുമ്പോൾ എന്താ? വലിയ ഓഫീസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്യൂട്ടീസും ഇവർക്ക് കൂടുതലാണ്. അപ്പൊ ഇവർക്ക് മറ്റു ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് സമയം ഉണ്ടാവോ? ഇല്ല. ഇത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ആയിരിക്കും അവർക്ക് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടി ആയിരിക്കും അവർ ചെയ്യേണ്ടതായിട്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. സ്മോൾ ഓഫീസ് ആകുമ്പോൾ ഇത് രണ്ടും ചിലപ്പോൾ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. പൊസിഷൻ ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പൊസിഷനെ നമുക്ക് വിളിക്കാവുന്ന മറ്റു പേരുകളാണ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് വിളിക്കാം, റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കാം, ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നും വിളിക്കാം. ആ ഒരു തസ്തികയെ വിളിക്കാവുന്ന പേരുകളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലറിക്കൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ കണക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. അതുപോലെ ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലാവുമ്പോൾ കൂടുതലും അങ്ങനത്തെ ജോലിയല്ല, ഇപ്പൊ ക്ലറിക്കൽ ടാസ്കുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, വരുന്ന പേഷ്യൻസിനെ മീറ്റിംഗ് ചെയ്യുക, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, അവർക്ക് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി ആക്കുക, അങ്ങനെയുള്ള എല്ലാ ഡ്യൂട്ടീസും തന്നെയാണ് പ്രധാനമായിട്ട് ഇവരുടെ ക്ലറിക്കൽ ടാസ്കിൽ വരുന്നത് കേട്ടോ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മിക്ക ഹോസ്പിറ്റലുകളിലും ഇവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. വലിയ ഓഫീസ് ആകുമ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒത്തിരി പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വേറെ ജോലിയൊന്നും ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല. ഇതിനനുസരിച്ചുള്ള സമയം കിട്ടുള്ളൂ അവർക്ക്. അതേസമയം വേറൊരു ചെറിയ ഓഫീസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പേഷ്യൻസ് അല്ലേ വരുള്ളൂ. അത്രയും സമയത്തിനുള്ളിൽ വേറെ ഒത്തിരി ആളുകളെ അവരെ അപ്പോയിന്റ് ചെയ്യാതെ ഇവരെ കൊണ്ട് തന്നെ മറ്റ് ഓവറോൾ ആയിട്ടുള്ള മാനേജ്മെന്റും ഒക്കെ ഇവർ തന്നെ ചിലപ്പോൾ ചെയ്യുന്നതായിട്ട് വരും. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ജോബ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഉണ്ട്, കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ട്. അപ്പൊ അതിലൊരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഭാഗമായിരുന്നു, നമുക്ക് കുറച്ച് ഭാഗം കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ കേട്ടോ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടിയായിരുന്നോ? കിട്ടിയിരുന്നോ? ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? എന്താണ് റിപ്ലൈ ചെയ്യാൻ? കിട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിസ് എടുക്കാൻ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേ മോഡ്യൂളിൽ തന്നെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അപ്പൊ അതൊന്ന് കയ്യിൽ കരുതിയേക്കണം കേട്ടോ. ടെക്സ്റ്റ് ആണെങ്കിൽ ഇതാണെങ്കിലും കുഴപ്പമില്ല. ടെക്സ്റ്റ് നിങ്ങളിൽ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ PDF ആയിട്ട് നിങ്ങൾ ഫോട്ടോ കോപ്പിയോ കാര്യങ്ങളോ എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു ചാപ്റ്റർ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, ഈ പോർഷൻസ് തീരാണെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്യേ. അപ്പൊ അത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഈ മോഡ്യൂളിൽ തന്നെ ഉള്ളതാണ്, ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ അതൊന്ന് കയ്യിൽ കരുതണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് നോട്ട്സ് ഉണ്ടായില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, ma'am.